ഹായ്, ഞാൻ എൻ്റെ കിച്ചണിലോട്ട് മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള നല്ല അഫോർഡബിൾ റേറ്റിൽ വരുന്ന കുറച്ച് പ്രോഡക്ട്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രോഡക്റ്റ് നോക്കാം. ഇതൊരു വെജിറ്റബിൾ സ്റ്റോറേജ് ബാഗാണ്. നമ്മുടെ ഫ്രിഡ്ജിൽ പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന നല്ല കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ഒരു സെറ്റ് ബാഗാണ്. അപ്പോൾ ഈ ഒരു സെറ്റിൽ നമുക്ക് 6 ബാഗാണ് കിട്ടുന്നത്. അതിന് ഡിഫറെൻറ്റ് സൈസിലാണ്. അപ്പോൾ 2 ചെറിയ സൈസിലുള്ളതും പിന്നെ 2 ഒരു മീഡിയം സൈസിൽ വരുന്നതും ബാക്കി 2 ലാർജ് സൈസിലുള്ളതുമാണ്. ഇങ്ങനെ ക്ലോത്ത് ബാഗ് ആയത് കാരണം നമുക്ക് റീയൂസ് ചെയ്യാനും പറ്റുന്നതാണ്. ഇതിങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് അറ്റത്തൊരു നോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഡിഫറെൻറ്റ് സൈസിൽ വരുന്ന കാരണം നമ്മുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാഗിൽ ഇങ്ങനെ ഫ്രൂട്ട്സോ വെജിറ്റബിളോ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ഒരു നോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 247 ആണ്. പിന്നെ ഈ വീഡിയോ പറയുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെയും റേറ്റ് ഞാൻ വാങ്ങിയ സമയത്തുള്ള റേറ്റ് ആണ്. പിന്നെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഫ്രിഡ്ജിൽ നമുക്ക് പച്ചക്കറിയൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടെയ്നർ സെറ്റാണ്. ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലിൽ വരുന്ന നല്ലൊരു കണ്ടെയ്നർ സെറ്റാണ്. 4 സൈഡിലും ഇങ്ങനെ ക്ലിപ്പൊക്കെ വരുന്നുണ്ട്. ഇതിങ്ങനെ ഒരു 6 കമ്പാർട്ട്മെന്റ് വരുന്ന ഒരു കണ്ടെയ്നർ സെറ്റാണ്. ഇതൊരു കമ്പാർട്ട്മെന്റ് ഇത്രയും വലുപ്പമുണ്ട്. അപ്പോൾ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്തിട്ടുള്ള ബാക്കി വരുന്ന കട്ട് ചെയ്ത് വെച്ച പച്ചക്കറികളൊക്കെ ഇതിനകത്ത് ഇട്ട് വയ്ക്കാം. അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ട് വയ്ക്കാം. നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ബോക്സിൽ ഇട്ട് വെക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു ബോക്സിൽ തന്നെ ഇങ്ങനെ എല്ലാം കൂടി വെക്കുമ്പോൾ ഫ്രിഡ്ജ് നല്ല ഓർഗനൈസ് ചെയ്തിരിക്കാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 132 ആണ്. അപ്പോൾ നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു വെജിറ്റബിൾ ഗ്രേറ്റർ ആണ്. ഒരുപാട് വലുപ്പമൊന്നും ഇല്ലാത്തത് കാരണം നമ്മളെ കയ്യിൽ പിടിച്ച് നല്ല സുഖമായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഗ്രേറ്ററിൽ നമുക്ക് വെജിറ്റബിൾ മാത്രമല്ല ചീസൊക്കെ ഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അതുപോലെ നല്ല ഷാർപ്പാണ്. ക്യാരറ്റോ ക്യാബേജോ അതുപോലെ ചീസൊക്കെ ഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ വാങ്ങിയ സമയത്ത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 81 ആയിരുന്നു. അടുത്ത പ്രോഡക്റ്റ് ഒരു നട്ട് ഡ്രൈ ഫ്രൂട്ട് കട്ടറാണ്. അപ്പം നമ്മുടെ കയ്യിലുള്ള നട്ട്സോ ഡ്രൈ ഫ്രൂട്ടോ ഒക്കെ ഗ്രൈൻഡ് ചെയ്യാനും ഗ്രേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് 3-in-1 ബ്ലേഡാണ് വരുന്നത്. ഇങ്ങനെ 2 പോർഷനായിട്ടാണ് വരുന്നത്. പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഇതിങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള നട്ട്സ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നട്ട്സൊക്കെ നന്നായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് നന്നായിട്ട് തന്നെ ഗാർണിഷ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റം ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 80 രൂപയാണ്. അടുത്ത പ്രോഡക്റ്റ് ഒരു ഡിഷ് ഡ്രൈയിങ് മാറ്റ് ആണ്. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു മാറ്റ് ഉണ്ടെങ്കിൽ പാത്രമൊക്കെ ഇതിൻ്റെ മേലെ കമഴ്ത്തിയിട്ട് കഴിഞ്ഞാൽ വെള്ളമൊക്കെ കുറച്ച് സമയം കൊണ്ട് തന്നെ അബ്സോർബ് ചെയ്തെടുക്കും. അത്യാവശ്യം വലുപ്പത്തിൽ വരുന്ന ഒരു മാറ്റാണ്. ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെ കുറച്ച് ഗ്രിപ്പുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ നമ്മുടെ ടൈല് കറക്റ്റായിട്ട് തന്നെ ഇരിക്കും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 137 ആണ്. അപ്പോൾ ഇതിലേതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ എല്ലാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. താങ്ക്